മണ്ഡലം ചുറ്റി മഹിളകൾ എത്തിയിരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേഷൻ കാർഡുള്ള പിണറായിലെ റേഷൻ കടയിൽ നിന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസും ചേരുകയാണ്. പിണറായി കവലയിൽ നമ്മൾ വന്നിട്ട് ഒരു മഴ പെയ്ത് തോർന്നു. അപ്പൊ നമ്മൾ ഈ പിണറായി എന്ന് പറയുമ്പോ എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ ഓരോരോ കൗതുകം പോലെ തോന്നുകയാണ് അല്ലെ. തൊട്ടടുത്താണ് പിണറായി വിജയന്റെ വസതി. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നതാ കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രം, റേഷൻ കട നമ്പർ ARD 314, ലൈസൻസിയുടെ പേരുണ്ട്, സ്ഥലം പിണറായി. ഈ റേഷൻ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേഷൻ കട എന്ന് പറയാം. അതിനർത്ഥം അപ്പൊ മാറിപ്പോവോ? ഇല്ല, അങ്ങനെ തന്നെ. ലൈസൻസിയുടെ പേര് വേറെയാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ കാർഡ് ഉള്ളത്. അപ്പൊ ക്ലിയർ ആയി. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള റേഷൻ കടയിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ഒരു ചേച്ചിയാണ്. ചേച്ചി ഇതെന്താ ടവല് കിട്ടിയേക്കണെന്ന് മാറ്റാൻ പറ്റുമോ? കുറച്ചേരം പൊടി അലർജിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ചേച്ചി പറയണ കാണുകയും കേൾക്കുകയും ചെയ്യണ്ടേ. ചേച്ചി എത്ര കൊല്ലായി ഇവിടെ? ഞാൻ 9 കൊല്ലായി. ഇതിന്റെ പ്രത്യേകത നമ്മൾ പറയായിരുന്നു. അങ്ങനെ തന്നെയാണ് അല്ലേ? റേഷൻ കാർഡിൽ ഇങ്ങനെ പേരുണ്ട്. എന്താ പേര് മുഴുവനായിട്ട് കൊടുത്തിരിക്കണേ? മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ, പൊതുപ്രവർത്തകൻ. ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ എപ്പോഴെങ്കിലും? ഈ കാർഡുമായിട്ട് ആരെങ്കിലും വരാറേ ഇല്ല. ഒരിക്കലും ഉപയോഗിക്കാത്ത കാർഡായിരിക്കുമോ? ഉപയോഗിക്കാത്ത തന്നെയാ സാറിന്. ഇല്ല പിണറായിൽ വരുമ്പോ ഇങ്ങനത്തെ കുറെ കൗതുകങ്ങളാട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് പറയാനുണ്ട്. ചേച്ചിക്ക് എന്താണ് അനുഭവം? അദ്ദേഹത്തെ അടുത്ത് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ? സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ റേഷൻ കാർഡിന്റെ കാര്യമൊന്നും സംസാരിക്കല്ല, പൊതുകാര്യങ്ങൾ സംസാരിച്ചു. പാർട്ടി പ്രവർത്തകയാണോ? അതെ, ആണ്. മെമ്പറാണ്. ഓക്കെ. ഇവിടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. മെമ്പർ. അപ്പൊ ഇവിടെ ഈ എല്ലാവർക്കും ഭക്ഷ്യഭദ്രത, എല്ലാവർക്കും റേഷൻ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 5 വർഷത്തെ നേട്ടം. എത്ര പുതിയ കാർഡുകൾ കൊടുക്കാൻ പറ്റി, അതിൽ മുൻഗണനാ കാർഡുകൾ എങ്ങനെയാണ്, കൂടാതെ ആധാർ അധിഷ്ഠിത റേഷൻ വിതരണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ എങ്ങനെയാണ്? ഇത് ഇത്രയും വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ 10 340 BPL കാർഡേ ഉള്ളൂ. അതായത് മുൻഗണനാ കാർഡ് 340. ഇപ്പൊ അത് 680 വർദ്ധിപ്പിച്ചിന്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഈ കടയിൽ മാത്രം 40 BPL കാർഡ് മുൻഗണനാ കാർഡാക്കി മാറ്റി തന്നിനി. അതിൽ 12 അന്നയോജന കാർഡും ഈ വർഷം, കാരണം അസുഖബാധിതരായ കാർഡ് ഉടമകൾക്ക് അങ്ങനെ 12 അന്നയോജന കാർഡും കൂടി മുഖ്യമന്ത്രിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 50 വർഷമായിട്ട് നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് ഇത്ര വലിയ മാറ്റം ഉണ്ടായതെന്ന് അല്ലേ? നല്ല മട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. ഈ പണ്ടൊക്കെ പറയും, അയ്യോ റേഷൻ അരി മോശമായിരുന്നു, അല്ലെങ്കിൽ അതിൽ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മോശം, ചിലത് പൂഴ്ത്തി വെക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഈ വർഷങ്ങളിൽ മാറിയിട്ടുണ്ട്. മാറ്റമുണ്ട്. ഇപ്പോഴത്തെ റേഷൻ അരി ശരിക്കും പറഞ്ഞു വെച്ചാൽ കഴുക വരെ വേണ്ടെന്നുള്ള അത് വൃത്തിക്കാ കിട്ടുന്നു. അത്രയൊക്കെ വലിയ വൃത്തിയുള്ള ഏരിയാന്ന് കിട്ടുന്നു. ഇതുവരെയുള്ളത് പോലെയല്ലല്ലോ. അപ്പൊ ആകെ സന്തോഷമാണ്. പിന്നെ നല്ല സന്തോഷം. അപ്പൊ ഇനി എന്താണ് പ്രതീക്ഷ? നമ്മൾ ഇതുപോലെ തന്നെ പോകണം. അല്ല, 3ാം വട്ടവും മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? വരണം. മുഖ്യമന്ത്രി വന്നാലേ നമ്മൾ പുരോഗതിയിലേക്ക് പോകും, അല്ലേ അധോഗതിയിലേക്ക് പോകും. ഇടയ്ക്കിടയ്ക്ക് ഈ പോസ്റ്റ് മെഷീൻ ഒക്കെ കേടാക്കാറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വാർത്തയൊക്കെ കൊടുക്കാറുണ്ട്. ആ പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ല? അതിപ്പോ ഇല്ല. അത് ചാനൽ റേഞ്ചിന്റെ പ്രശ്നം, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കേടാകുമ്പോൾ നമ്മൾ അവരെ വിളിക്കും, മെക്കാനിക്കനെ വിളിക്കും, ശരിയാക്കും. 50 വർഷമായി അല്ലേ രംഗത്തുണ്ട്. അപ്പൊ അതിന്റെ ഒരു അനുഭവ പരിചയമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ല രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് റേഷൻ കാർഡുള്ളത്. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.